നമസ്കാരം. ശരണം ശബരീശം പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഭക്തി പുരസ്സരമായി കുറേ കാര്യങ്ങൾ ശബരിമലയെക്കുറിച്ചും അതുപോലെ തന്നെ അനുഷ്ഠാന ആചാര പദ്ധതികളെക്കുറിച്ചുമൊക്കെ ക്ഷേത്ര സംബന്ധമായും അതുപോലെ നമ്മുടെ ആരാധനാ സമ്പ്രദായവുമായും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം ഇന്നും ഉള്ളത് തെക്കേടത്തുമന വിഷ്ണു നമ്പൂതിരി അവർകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ ശരിക്കും പാരമ്പര്യവും ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം തിരുമേനി. തിരുമേനി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമായി ഈ ശബരിമല കാര്യങ്ങൾ നമ്മൾ വളരെ ആചാരപൂർവ്വമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി ശബരിമലയിൽ ആചാരം വിട്ടിട്ട് ചില കാര്യങ്ങൾ അറിയാനുള്ളത്. പ്രധാനമായും ഇപ്പം എന്തൊക്കെ ചടങ്ങുകളാണ് ശബരിമലയിൽ ഉത്സവത്തിനും അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്തിനും വിശിഷ്യ നടക്കുന്നത്? അല്ല, ശബരിമലയിൽ നിത്യപൂജയ്ക്ക് അപ്പുറത്തായിട്ട് അനവധി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ അത് കൂടുതലും ഭക്തന്മാരുടെ നേർച്ചയായിട്ടും വഴിപാടായിട്ടും ഒക്കെയാണ് നടക്കുക. അതിൽ വിശേഷാൽ എടുത്തു പറയേണ്ടത്, എപ്പോൾ നട തുറന്നാലും അന്ന് സന്ധ്യദീപാരാധനയ്ക്ക് ശേഷം പുഷ്പാഭിഷേകം എന്നൊരു വഴിപാട് നടക്കുന്നുണ്ട്. വളരെയധികം വിശേഷപ്പെട്ട ഒരു വഴിപാടും നേർച്ചയുമാണത്. ഭക്തന്മാർ അഭീഷ്ടസിദ്ധിക്കും സമാധാനത്തിനുമൊക്കെ വേണ്ടിയിട്ട് അയ്യപ്പസ്വാമിക്ക് പുഷ്പാഭിഷേകം നേരും. അല്ലെങ്കിൽ അവിടെ വന്ന ശേഷം അയ്യപ്പസ്വാമിക്ക് പുഷ്പാഭിഷേകം നടത്തണമെന്ന ആഗ്രഹപ്രകാരം അതവിടെ രസീത് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ പുഷ്പം വാങ്ങാവുന്നതാണ്. അതല്ല, ചിലർ പുഷ്പം നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നവരുമുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന പുഷ്പങ്ങളായാലും അവിടെ നിന്ന് വാങ്ങുന്ന പുഷ്പങ്ങളായാലും സന്ധ്യ ദീപാരാധനയ്ക്ക് ശേഷം നടത്തുന്ന വഴിപാടാണ് പുഷ്പാഭിഷേകം. പുഷ്പാഭിഷേകം ഒരു ദിവസം അനവധി പുഷ്പാഭിഷേകങ്ങളാണ് നടക്കുക. ആ പുഷ്പാഭിഷേകത്തോളം അതിൻ്റെ ഭഗവാന്റെ മഹത്വം, കാര്യം കാനനവാസനായിരിക്കുന്ന ശബരിഗിരീശന് നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഈ ശുദ്ധമായി ലഭിക്കുന്ന ഈ പുഷ്പങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ അഭിഷേകം ചെയ്ത് ആവൃതനാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാർക്ക് ഒരു ജന്മസാഫല്യം പോലെ ആ ഭഗവത് ദർശനം പുഷ്പാഭിഷേകത്തോടുകൂടി കണ്ട്, ഒന്നാമത് അഭിഷേകപ്രിയനാണ്, പുഷ്പാഭിഷേകത്തോടുകൂടി കണ്ട് ദർശനം നടത്തുക എന്നുള്ളതും ഒരു സന്തോഷമായ കാര്യമാണ്. പുഷ്പാഭിഷേകത്തോടൊപ്പം തന്നെ അവിടെ കണ്ടുവരുന്നൊരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കാർഷിക വിളകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ എല്ലാ ആചാരങ്ങളും. ശബരിമലയിൽ തമിഴ്നാടുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും. അപ്പം കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും നടക്കപ്പെടുന്ന കൃഷിയാണ് ഏലം. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പ്രത്യേകമായി ഉള്ള കരവിരുതുള്ള ചില ഭക്തന്മാരുണ്ട്. അവരവിടെ നിന്ന് സമർപ്പിക്കപ്പെടുന്ന ഈ ഏലക്ക കൊണ്ട് നിർമ്മിതമായ മാല, അതേപോലെ പ്രത്യേക രീതി പുഷ്പങ്ങൾ കൊണ്ട് അവിടെ നിന്ന് സമ്പാദിച്ചെടുക്കുന്ന ഒരു കിരീടം, ഇങ്ങനെയൊക്കെയുള്ള ചില സമ്പ്രദായങ്ങളുണ്ട്. പുഷ്പാഭിഷേകത്തിന് ശേഷം ഇത് ചാർത്തി ഭഗവാൻ ദർശനം നടത്തുക, അതവിടെ മാത്രം കാണുന്നൊരു വിശേഷമായ കാര്യമാണ്. കാരണം ഏലക്ക ഏറ്റവും ശുദ്ധമായ, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, ഏറ്റവും ഗുണകരമായ ഏലക്ക കൊണ്ട് അപ്പോൾ അത് പ്രത്യേക രീതി, അതിൻ്റെ ആ കലാവിരുദ്ധ ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. കാരണം അത്ര അലങ്കാരികമായിട്ട് നിർമ്മിക്കപ്പെടുന്ന ആ ഏലക്കാമാല ഭഗവാന് ചാർത്തുക. അത് ചാർത്തിയ ശേഷം ഈ ഭക്തന്മാർ അവരുടെ തോട്ടങ്ങളിലോട്ട് ഇത് കൊണ്ടുപോകും. തോട്ടത്തിലൊരു ആഫീസും അങ്ങനെ കാണും. അവിടെ കൊണ്ടുവന്ന് അടുത്തൊരു വർഷക്കാലത്തേക്ക് ഇത് അയ്യപ്പനെ പൂജിച്ച ഏലക്കാമാലയാണ് എന്നുള്ള സങ്കല്പത്തിൽ അവരവിടെ വെച്ച് സൂക്ഷിക്കുകയും അതിന് വിളക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം അവരുടെ ഒരു വിശ്വാസമാണ്, ആചാരവും വിശ്വാസവും. അങ്ങനെ വിശ്വാസപൂർവ്വമായി ചെയ്യുന്ന അനവധി വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് ഈ പുഷ്പാഭിഷേകം. അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് മറ്റെല്ലാ സ്ഥലങ്ങളിലും പുഷ്പാഭിഷേകം ഉണ്ടെങ്കിലും ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പുഷ്പങ്ങൾ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേക കാര്യം. ആ കാനനത്തിൽ അങ്ങനെ പൂക്കളൊന്നും കിട്ടാനില്ല. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പുഷ്പങ്ങൾ കൊണ്ട് അവിടെ അഭിഷേകം കഴിക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ ഏലക്കാമാലയുണ്ടെങ്കിൽ അത് ചാർത്തി അതെല്ലാം കൊണ്ടുവന്ന് ഭക്തന്മാർ സന്തോഷത്തോടെ പടിയിറങ്ങുന്നു. അതാണ് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ അങ്ങിപ്പോൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ പുഷ്പാഭിഷേകം പറഞ്ഞു, നടലിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കാരണം, ഇപ്പം തെറ്റി, മന്ദാരം, തുളസി, അതുപോലുള്ള പൂക്കൾ മാത്രം. ഇന്നിപ്പോൾ നമുക്ക്
ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നും വരുന്ന പല വിവിധ ഇനം പൂക്കളുണ്ട്. ഇതൊക്കെ തിരുമേനി പൂജയ്ക്ക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ പല പുഷ്പങ്ങളും ഇന്ന് നമുക്ക് ഈ അലങ്കാര പുഷ്പങ്ങളായിട്ടും ചില നിഷിദ്ധ പുഷ്പങ്ങൾ പോലും ഇന്ന് പല ദേശത്തും എടുക്കുന്നുണ്ട്. അത് മറ്റ് തെറ്റി, തുളസി, താമര ഇത്യാദി വളരെ ശുദ്ധമായിട്ടുള്ള സാത്വികമായ പുഷ്പങ്ങളുണ്ട്. അതിൻ്റെ ലഭ്യത ഇല്ലാതായതിനു ശേഷമായിരിക്കണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അരളി, അതേപോലെ ഈ വാടാമല്ലി എന്നൊക്കെയുള്ള പുഷ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പല ബന്ദിപ്പൂവാണ് ഇപ്പോൾ സർവ്വസാധാരണമായി, അതൊക്കെ പലയിടത്തുനിന്നും എടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ശുദ്ധമായ പുഷ്പം കൊണ്ട് ഭഗവാൻ പൂജ കഴിക്കുമ്പോൾ ഉള്ള പവിത്രത മറ്റെല്ലാത്തിനും കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ഞാൻ പറഞ്ഞതുപോലെ ബന്ദി, വാടാമല്ലി ഇത്യാദി പുഷ്പങ്ങളെല്ലാം അതിൻ്റെ എല്ലാം വിത്ത് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം ദളങ്ങൾ തന്നെയാണ്. ഈ ദളങ്ങൾ ഒരു പക്ഷേ ശ്രീലകത്തോ വിഗ്രഹത്തിലോ കിടന്ന് അത് 1-2 ദിവസങ്ങളിൽ അവിടെ ഒരു പക്ഷേ നമ്മൾ വാരിക്കളയുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കുറച്ചെങ്കിലും അതിൽ അവിടെ ശ്രീലകത്ത് ഏതെങ്കിലും മൂലയിൽ കിടന്നാൽ അവിടെ കിടന്നിട്ട് കിളിക്കാനിട വരും. അങ്ങനെ കിളിക്കാനിട വരുമ്പോൾ ശ്രീലകത്തിനകത്ത് ഒരു ചെടി കിളിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതൊരു മൃഗതുല്യമായി പരിണമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നിഷിദ്ധ പുഷ്പങ്ങൾ എന്ന് പറയുന്നതും ഇതൊന്നും ക്ഷേത്രത്തിന് പണ്ട് പൂജയ്ക്കെടുക്കാതിരുന്നതും എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്ന് പക്ഷേ മറ്റുള്ള പുഷ്പങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് അത് ഉപയോഗിക്കുന്നു. ഒരു പക്ഷേ തെക്കൻ കേരളത്തിലാണ് കൂടുതലായി ഉപയോഗിക്കുക. കാരണം ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് മാത്രമേ ഇവിടെ പുഷ്പങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ ധാരാളം കിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് വളരെ കിട്ടുന്ന കുറവാണ്, നാട്ടിൽ നിന്ന് കിട്ടുന്ന കുറവാണ്. എങ്കിലും നാട്ടിൽ നിന്ന് ലഭ്യമാകുന്ന സ്ഥലത്ത് ഇപ്പോൾ തെറ്റിയും തുളസിയും മാത്രം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടക്കാലത്ത് ഈ അരളി പൂവിനെന്തോ ഒരു വിലക്കൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അതിന്നും തുടരുന്നതായിട്ടാണ് വിശ്വാസം. പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതൊരു പൂജയാണെങ്കിലും ഏതൊരു ആരാധനയാണെങ്കിലും നമ്മളെല്ലാം ആ ദ്രവ്യങ്ങൾക്ക് അതിൻ്റെ ദ്രവ്യങ്ങളുടെ പരിശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സംശുദ്ധവും പരിശുദ്ധവുമായിട്ടുള്ള ദ്രവ്യങ്ങൾ ആയിരിക്കണം അതിന് ഉപയോഗിക്കേണ്ടത്. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത്രത്തോളം ആ കർമ്മപുഷ്ടി അതിന് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പന് നിഷിദ്ധമായ പൂവാണ് താഴമ്പൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പുഷ്പങ്ങൾ എന്ന് പറഞ്ഞു കണ്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ തിരുമേനി? സാധാരണ താഴമ്പൂ എന്ന് പറഞ്ഞ ഒരു കൈതവർഗത്തിൽപ്പെട്ട പുഷ്പമാണ്. അത് ശാസ്താവിനെന്നല്ല, അത് പണ്ട് മുതൽ തന്നെ പൂജയ്ക്കൊന്നും അങ്ങനെ അധികം എടുക്കാറില്ല. പക്ഷേ അലങ്കാരത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും ഇന്ന് എടുത്ത് കാണുന്നുണ്ട്. പണ്ട് ഉപയോഗിക്കാതിരുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അത് പല സ്ഥലങ്ങളിലും അലങ്കാരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് പുഷ്പത്തിൻ്റെ കൂട്ടത്തിൽ അത് കൂട്ടാൻ പറ്റില്ലല്ലോ. കാരണം അത് ഈ താഴമ്പൂ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കൈതോലയുടെ ആകൃതിയിൽ തന്നെ അത് ലഭിക്കുന്നത്. അപ്പോൾ അത് അലങ്കരിക്കാൻ അത് പ്രയോജനപ്പെടും, അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ തിരുമേനിയുടെ അഭിപ്രായം അനുസരിച്ച് നിഷിദ്ധമായ പൂക്കൾ കഴിയുന്നതും അലങ്കാരത്തിന് ഉപയോഗിക്കുക. അലങ്കാരത്തിന് അല്ലെങ്കിൽ ഒരുപക്ഷെ മാല കെട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹാരം നിർമ്മിക്കുകയാണെങ്കിൽ അത് കെട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരിക്കൽ കെട്ടി അവിടെ കൊണ്ടുവന്ന് ചാർത്തി അതിനെ എടുത്തങ്ങ് കളയാം. അപ്പോൾ അത് വീഴുന്നില്ല, ശ്രീലകത്ത് പൊഴിയുന്നില്ല. പൊഴിയുന്നതിന് മുമ്പ് എടുത്ത് കളയണം. അല്ലാതെ ഉപയോഗിക്കുമ്പോൾ പിന്നെ അതുപോലെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് ചില പുഷ്പങ്ങളുണ്ട്, ചെമ്പരത്തി പോലുള്ള പുഷ്പങ്ങൾ. അതൊന്നും ഒരുപക്ഷെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളതല്ല. എങ്കിലും ആ പുഷ്പങ്ങൾക്ക് മറ്റൊരു കുഴപ്പമുണ്ട്. അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഈ ശിലാവിഗ്രഹങ്ങളെ കേടുപറ്റും. അതിൻ്റെ ആ ചെമ്പരത്തിപ്പൂവിൽ നിന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ജലം, ഒരു നീല കളറോടുകൂടി അത് ചിലപ്പോൾ നമ്മുടെ കൃഷ്ണശിലയിൽ നിർമ്മിക്കപ്പെട്ടത് അല്ലെങ്കിൽ പഞ്ചലോഹത്തിൽ നിർമ്മിക്കപ്പെട്ട ആ വിഗ്രഹത്തിന് കേടുപാട് സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് എപ്പോഴും സംശുദ്ധവും പരിശുദ്ധവുമായ പുഷ്പങ്ങളായിരിക്കണം. പുഷ്പങ്ങൾ മാത്രമല്ല എല്ലാ ദ്രവ്യങ്ങളും അങ്ങനെ വേണം. വിശിഷ്യ പുഷ്പങ്ങൾ അത് വേണം ഉപയോഗിക്കാൻ എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇപ്പോൾ പൂവിൻ്റെ കാര്യം നമ്മൾ വന്നു, അതുപോലെ നിഷിദ്ധമായ ഈ നിവേദ്യ വസ്തുക്കളും ഉണ്ടല്ലോ, ധാരാളമുണ്ട്. നിവേദ്യ വസ്തുക്കളുമുണ്ട്, എണ്ണ, അതുപോലെ ചന്ദനം, ഇതെല്ലാം തന്നെ ധാരാളം ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് പോലും അതാണ് അതിൻ്റെ സത്യം. കാരണം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരുപക്ഷെ അളവൽപ്പം കുറഞ്ഞാലും ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ സംശുദ്ധവും പരിശുദ്ധമാണെങ്കിൽ അതിൻ്റെ പവിത്രത എപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ദേവനെ നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ അത് മനുഷ്യന് സമർപ്പിക്കുന്നതിന് പോലെ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഒരു ജീവനുള്ള വസ്തുവിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ വേണം സമർപ്പിക്കുക. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ആ കർമ്മപുഷ്ടി പെട്ടെന്ന് ലഭിക്കുകയും കർമ്മപുഷ്ടി ഉണ്ടാകുകയും ചെയ്യും. ദ്രവ്യങ്ങൾക്ക് ഉൾപ്പെടെ മായം ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ ഫലപ്രാപ്തിയും പൂർണ്ണമാകണം എന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ദേവൻ നമ്മളുടെ ഉള്ള ഒരു ജീവാത്മ ചൈതന്യം അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള വിശ്വാസത്താലാണ് നമ്മൾ അർപ്പിക്കപ്പെടുന്നത്. അതൊരു പക്ഷേ സംശുദ്ധമല്ലാത്ത അല്ലെങ്കിൽ കരിയൊക്കെ കടന്നിട്ടുള്ളതായ എണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുക,
അതേപോലെ ആ നെയ്യ് കൊണ്ട് വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ നെയ്യ് കൊണ്ട് പായസത്തിൽ ഉപയോഗിക്കുക. ഇതുപോലെ ഉപയോഗിക്കാൻ പാടില്ലാത്ത പുഷ്പങ്ങൾ കൊണ്ട് പൂജ കഴിക്കുക. ചാർത്താൻ ലഭ്യമായിട്ട് കിട്ടുന്ന നല്ല ചന്ദനമല്ലെങ്കിൽ അതുകൊണ്ട് ചന്ദനം ചാർത്തുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളെ കർമ്മത്തിനെല്ലാം കർമ്മ ലോപം സംഭവിക്കുന്നതോടൊപ്പം തന്നെ കർമ്മ പൂർണ്ണത ലഭിക്കാതെയും വരുന്നുണ്ട്. അല്ല, ഇവിടെ തന്നെ ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ജ്യോതിഷ വശത്തിൽ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ദോഷം പറയുന്നുണ്ട്. നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും വസ്തുക്കൾ ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ അലങ്കാരത്തിനോ നമ്മൾ മോടി പിടിപ്പിക്കാനോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങേറ്റം വന്ന് നമ്മൾക്ക് ഒരുപക്ഷെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തുണികളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ പോലും ധരിച്ചു കഴിഞ്ഞാൽ അലർജി പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകും. എന്നതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് ശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഗുണത്തേക്കാളിലേറെ ദോഷമായിരിക്കും അതിന് നമുക്ക് ലഭിക്കും. ഇപ്പോൾ പലപ്പോഴും നിഷിദ്ധമായ പലതും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ അരയ്ക്ക് കീഴ് സ്വർണം ധരിക്കുന്നതിനെ കുറിച്ച് അങ്ങ് എന്ന് പറയുന്നു? അത് നമുക്കറിയാമല്ലോ. നമുക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാലക്ഷ്മി സങ്കല്പത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അത് പണ്ട് മുതൽ തന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്. സ്വർണം പാദസ്വരങ്ങളായിട്ടോ ഒന്നും തന്നെ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നതിനോട് സാധാരണ യോജിപ്പില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി പലരും ഉപയോഗിക്കുന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര തന്നെ പണത്തിലും മറ്റുള്ള പ്രതാപത്തിനൊക്കെ വന്നാലും നമ്മളെ ചിലത് സ്വീകരിക്കേണ്ട ചില അനുഷ്ഠാനങ്ങളുണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്. അത് പാലിക്കാൻ താല്പര്യം, അതെ, ബാധ്യസ്ഥരാണ്. അത് പാലിക്കണമെന്നുള്ളവർക്ക് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം പക്ഷേ എല്ലാവരോടും നിർദ്ദേശിക്കാനോ ആരോടും നിർദ്ദേശമല്ല, ആചാരമാണ്. അതെ, നമ്മൾ പാലിക്കപ്പെടേണ്ട. നമുക്കറിയാം നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ചിട്ട് നമുക്ക് പ്രായത്തിൽ കൂടിയ ഒരാളിനെ ആരായിക്കോട്ടെ ജാതിമത ഭേദമില്ലാതെ ആരെങ്കിലും ഒന്ന് കാലുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമ്മൾ തൊട്ട് വന്നിക്കുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ഗുരുനാഥന്മാരെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതി ബഹുമാനിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമ്മൾ അറിയാതെ തന്നെ അവർക്ക് പാദത്തിൽ തൊട്ട് വന്നിക്കുക, അതേപോലെ ഒരു നമസ്കാരമോ നമസ്തേ പറയുക. ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവൻ സമൂഹത്തിൽ അവൻ അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനങ്ങൾ തീർച്ചയായിട്ടും അവന് തിരിച്ചും ലഭിക്കും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അങ്ങ് ആചാരം സംസ്കാരം ഒക്കെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു സ്വാമിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുദ്ര ധരിച്ച് മാല അണിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കർശനമായി അല്ലെങ്കിൽ കർക്കശമായി പാലിക്കേണ്ട നിയമങ്ങൾ കൂടി ഒന്ന് പറയും? നിർബന്ധമായും അവൻ പാലിക്കേണ്ടത് നമുക്കറിയാം. പ്രധാനമായി അവന് ഈശ്വരഭക്തിയും അതേപോലെ സംശുദ്ധമായ മനസ്സും അവനുണ്ടാവണം. അതോടൊപ്പം നിത്യവും രാവിലെയും വൈകിട്ടും പ്രഭാതസന്ധ്യയ്ക്കും സായസന്ധ്യയ്ക്കും ജപത്തിന് മുമ്പായി കുളിച്ച് അവൻ ജപിച്ചിരിക്കണം. ശരീരശുദ്ധി വരുത്തി മനഃശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിനോടൊപ്പം ശരീരശുദ്ധി 2 നേരവും വരുത്തി അവൻ 2 നേരവും ഈശ്വരനാമം ജപിക്കുക, ഭക്തിയിൽ മുഴുകുക. അതോടൊപ്പം തന്നെ പാലിക്കണം സാത്വികമായ ഭക്ഷണം, അതായത് വെജിറ്റേറിയനായിട്ടുള്ള സസ്യഭുക്കായിട്ട് ജീവിക്കുക, മാംസഭുക്കുകൾ ആവാതിരിക്കുക. അതുപോലെ ബ്രഹ്മചര്യം അത് പാലിക്കപ്പെടണം. അതേപോലെ തന്നെയാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ശാരീരിക ബന്ധം മാത്രമല്ല, മനസ്സുകൊണ്ടും അവൻ്റെ പ്രവൃത്തികളെല്ലാം കൊണ്ട് തന്നെ അവൻ തീർച്ചയായിട്ടും ആ ബ്രഹ്മത്തെ വിശ്വസിച്ച് തന്നെ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അല്ല, തീർച്ചയായിട്ടും മുദ്ര അണിഞ്ഞു കഴിഞ്ഞാൽ അവനെ അയ്യപ്പൻ എന്നാണ് വിളിക്കുന്നത്. കാരണം അവനെ മുദ്ര അണിഞ്ഞാൽ അവനൊരു സ്വാമി അയ്യപ്പനായിട്ടാണ് എല്ലാ ഭക്തന്മാരും അല്ലെങ്കിൽ എല്ലാവരും വിശ്വാസികളെല്ലാം കാണുന്നത്. അപ്പോൾ അവൻ സ്വമേധയാ അയ്യപ്പനായി തന്നെ മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കേരളത്തിലാണ് ഒരുപക്ഷെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകാത്തത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നിർബന്ധമായിട്ടും മാല അണിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭവനത്തിൽ പോലും പോകാറില്ല. സ്വാമിമാരെല്ലാം പ്രത്യേക ഒരു താവളം കണ്ടെത്തി അവിടെയാണ് അവർ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന ഭക്ഷണമേ കഴിക്കാറുള്ളൂ. അവർ തറയിലായിരിക്കും കിടക്കുക, കറുത്ത വസ്ത്രമേ ധരിക്കാറുള്ളൂ, പാദരക്ഷകൾ അവർ ഉപയോഗിക്കാറില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനസ്സോടുകൂടിയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും തെലുങ്ക് നാട്ടിൽ നിന്നുമൊക്കെ ഭക്തന്മാർ വരുന്നത്. അവർക്കെല്ലാം അതിൻ്റെ ഗുണവും അതിൻ്റെ ഫലപ്രാപ്തിയും ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം ഈ വടക്കും തെക്കും തമ്മിലുള്ള ആചാര വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ വടക്കൻ ആചാരപ്രകാരമുള്ള രീതിയൊന്ന് വടക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ കർക്കശമായിട്ടും നിർബന്ധത്തോടു കൂടിയും മുദ്ര അണിഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്മാർ ജീവിക്കുന്നു എന്നുള്ളത് വടക്ക് വളരെ നിർബന്ധമാണ്. ബഹുഭൂരിപക്ഷം ഭക്തന്മാരും അയ്യപ്പന്മാരും അത് പാലിക്കാറുണ്ട്. തെക്കോട്ട് അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ തെക്കോട്ട് കൂടുതൽ പ്രദേശവും നഗര പ്രാന്തങ്ങളിലാണല്ലോ, മറ്റേ ഗ്രാമപ്രദേശങ്ങളാണ്, അതുകൊണ്ടാവാം. എന്തായാലും വടക്കോട്ട് പാലിക്കുന്ന അത്രയും കർക്കശമായ അനുഷ്ഠാനങ്ങളും
നിയമങ്ങളും ഒന്നും തന്നെ ഈ വ്രതകാലത്ത് പാലിക്കുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. പിന്നെ വ്രതകാലം കഴിഞ്ഞാൽ തന്നെ അവർ ശബരിമലയ്ക്ക് പോരുമ്പോൾ അവിടെ വെച്ച് അയ്യപ്പൻ വിളക്ക്, ദേശവിളക്ക് ഇതെല്ലാം നടത്തി അതിലൂടെ ആ ഒരു ഭക്തിമയമായ അന്തരീക്ഷം അവൻ്റെ വീട്ടിലും അവൻ്റെ ദേശത്തുമെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഭക്തന്മാരെല്ലാവരും കൂടി ചേർന്നാണ് അവിടുന്ന് ശബരിമലയ്ക്ക് പോരുക. അതുപോലെ തന്നെയാണ് ഈ ശബരിമലയ്ക്ക് ഒരുപക്ഷെ പോകാൻ പറ്റിയില്ലെങ്കിലും അയ്യപ്പന്മാർ, വയസ്സായ അയ്യപ്പന്മാരൊക്കെ, പഴയ സ്വാമിമാരൊക്കെ അവരെല്ലാവരും ചേർന്ന് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വൃശ്ചികം 1 മുതൽ ഈ മകരവിളക്ക് തീരുന്ന കാലഘട്ടം വരെ ദേശങ്ങളിൽ പല സ്ഥലത്തും പ്രത്യേകമായി അയ്യപ്പൻ വിളക്കുകളും ആഴിപൂജകളും അന്നദാനങ്ങളും ഒക്കെ നടത്താറുണ്ട്. താൽക്കാലികമായി നിർമ്മിക്കപ്പെട്ട ഭജനാലയങ്ങളും ഒക്കെ നിർമ്മിച്ച് അവിടെ ഭജനയോടുകൂടിയും ഭക്തിയോടെയും കൂടാറുണ്ട്. അവിടെ വെച്ച് അയ്യപ്പന്മാർ കുറച്ച് പേർ കെട്ടുമുറുക്കി പോകാറുണ്ട്. അതുകൂടാതെ കെട്ടുമുറുക്കി പോകാൻ പറ്റാത്തവർ ഈ കാലഘട്ടം കഴിയുന്നിടം വരെ വ്രതത്തോടെ അനുഷ്ഠാനത്തോടെയും ഒരു ക്ഷേത്രമായി തന്നെ അതിനെ മാറ്റിയെടുത്ത് അവിടെ ജീവിക്കുന്നു. തെക്കോട്ട് അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ വളരെ വിരളമാണ്. മധ്യ തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ മധ്യ കേരളത്തിലോ കുറച്ചൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ദേശങ്ങൾക്കനുസൃതമായി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മാറുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ദേശങ്ങൾ ഏതായാലും നമ്മൾ പാലിക്കപ്പെടേണ്ട അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം പാലിച്ചാൽ നമ്മുടെ ദേശത്തിനും നമ്മുടെ നാടിനും നമ്മുടെ അടുത്ത പരമ്പരകൾക്കും അതെല്ലാം സർവ്വ ഐശ്വര്യങ്ങളോടുകൂടിയ നല്ലൊരു സംസ്കാരം ലഭിക്കുന്നതിനും ഭക്തിമയമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഇന്നുള്ള കുറേ അപജയങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ സഹായമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഇപ്പം നമ്മൾ സോപാനം അല്ലെങ്കിൽ ആ സന്നിധാനത്തിലേക്ക് കയറി തിരുനടയിൽ എത്തുന്നതിന് മുമ്പ് താഴെ 12-ാം പടിക്ക് 2 വശവുമായി പ്രതിഷ്ഠകളുണ്ട്. അതിന് കൂടി ഒന്ന് സൂചിപ്പിക്കും. അത് കറുപ്പസ്വാമി, കടുത്തസ്വാമി എന്നുള്ള 2 പേരാണ്. കറുപ്പായി അമ്മൻ. അപ്പോൾ ഇത് കൂടാതെ ശബരിമലയിൽ നമുക്കറിയാം അയ്യപ്പസ്വാമിയെ കൂടാതെ മഹാഗണപതി, നാഗങ്ങൾ, അതേപോലെ മാളികപ്പുറത്തമ്മ, കൊച്ചുകടത്തസ്വാമി, കറുപ്പസ്വാമി, കറുപ്പായി അമ്മൻ, നവഗ്രഹങ്ങൾ, ഇങ്ങനെ പല ഉപദേവതാ സങ്കല്പങ്ങൾ. അതിനെല്ലാം തന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ് അവിടെ. അയ്യപ്പനോടൊപ്പം ദാസന്മാരായ അയ്യപ്പൻ തുണയായി നിന്നവരാണ് കറുപ്പസ്വാമിയും കടുത്തസ്വാമിയും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അവരെ ആ 18-ാം പടിയുടെ കാവൽക്കാരായി 2 വശങ്ങളിൽ നിർത്തിയിരിക്കുന്നു എന്നൊരു വിശ്വാസം ഒരു കൂട്ടർക്കുണ്ട്. ഒരു കൂട്ടർക്ക് ഭഗവാന്റെ അനുചരന്മാരായി അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നു എന്നൊക്കെ പലതരത്തിലുള്ള വിശ്വാസം. പക്ഷേ വിശ്വാസങ്ങൾ ഏതാണെങ്കിലും അവിടെ ഇന്നും ഈ 2 ദേവന്മാരും ഭക്തന്മാരുടെ മനസ്സിൽ നിറഞ്ഞ് 18-ാം പടിയുടെ 2 വശങ്ങളിൽ നിന്ന് ഭക്തന്മാർക്ക് അനുഗ്രഹം ചൊരിയുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇവിടെ ഇവർക്ക് പ്രത്യേക പൂജയൊന്നുമില്ലല്ലോ. അവർക്ക് പ്രത്യേകിച്ച് പൂജയൊന്നുമില്ല. നിത്യവും വിളക്ക് വെപ്പും അഭിഷേകം അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നതായ പൂജകൾ മാത്രമേ ഉള്ളൂ. സാധാരണ പൂജ മാത്രം. അവിടെ വിശേഷാലായിട്ട് വഴിപാടുകളോ നേർച്ചകളോ ഒന്നുമില്ല. പക്ഷേ ചില ഗ്രാമപ്രദേശങ്ങളിൽ ചിലർ ഈ പുകയില, അതേപോലെ അങ്ങനെയുള്ള ഏതെങ്കിലും ഈ കുറച്ച് രജോ ഗുണപ്രധാനമായ ആചരണങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നടക്കിക്കൊണ്ട് വെക്കാറുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തിരുമേനി, ഇപ്പോൾ നമ്മൾ ശബരിമല വിട്ട് ചില കാര്യങ്ങളാണ് ചോദിക്കണം എന്നുദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ, തമിഴ്നാട്ടിൽ വളരെ പ്രധാനമായിട്ടും കേരളത്തിൽ ഒരുപാട് സുബ്രഹ്മണ്യ സ്വാമി അല്ലെങ്കിൽ മുരുക ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആചാരങ്ങൾ ഒരുപാട് നടക്കാറുണ്ട്. അതിൽ പ്രധാനമായി നടക്കുന്ന വഴിപാടാണ് കാവടി വഴിപാട്. അപ്പോൾ എത്ര തരം കാവടിയുണ്ട്? കാവടി വഴിപാട് നമ്മൾ നേരത്തെ പറഞ്ഞു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ ആരാധന ഒരുപക്ഷെ വളരെ പ്രാഗൽഭ്യത്തോടുകൂടി നടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവാണ് ഈ സുബ്രഹ്മണ്യ ആരാധനയ്ക്ക് ഇത്രത്തോളം പ്രാമുഖ്യം കേരളത്തിലും വന്നത്. അതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദേശാനുസൃതമായിട്ട് ആചരണങ്ങൾ മാറാറുണ്ട്. ഇവിടെ കാവടി നമുക്കറിയാം, മധ്യ കേരളത്തിലോ നടക്കുന്ന കാവടി ആഘോഷം പോലല്ല ദക്ഷിണ കേരളത്തിൽ. ഇവിടെ 2ഇടത്ത് നടക്കുന്ന ആഘോഷം പോലല്ല ഉത്തര കേരളത്തിലാകുമ്പോൾ. ഈ 3 സ്ഥലങ്ങളിലും നടക്കുന്ന പോലെ ആഘോഷങ്ങളല്ല തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഈ കാവടിയെക്കുറിച്ച് നമുക്കൊരു പൊതു നിയമം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എങ്കിലും ഒന്നുണ്ട്, കാവടി ഭഗവാന് വളരെ തൃപ്തികരമായ, നേരത്തെ ഇരുമുടിക്കെട്ടിന് വ്രതമെടുക്കുന്നത് പോലെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഹരഹരോ എന്നുള്ള നാമജപത്തോടുകൂടി ഭഗവാന്റെ ഉത്സവകാലത്തോ അല്ലെങ്കിൽ തൈപ്പൂജ അല്ലെങ്കിൽ വൈകാശി വിശാഖം, സ്കന്ദഷഷ്ടി ഈ ദിവസങ്ങളിലെല്ലാമാണ് സാധാരണ കാവടി എടുക്കുന്നത്. അങ്ങനെ കാവടി എടുത്ത് വരുമ്പോൾ അതിനൊരുപാട് ഐതിഹ്യങ്ങളും കഥകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു പൊതുതത്വം എങ്ങും പറയാൻ സാധിക്കത്തില്ല. മധ്യ കേരളത്തിലാണെങ്കിൽ ഇടുമ്പൻ എന്നുള്ളൊരു ഇടുമ്പൻ പൂജയൊക്കെ നടത്തി. പക്ഷേ ദക്ഷിണ കേരളത്തിൽ അങ്ങനെ പൂജ നടത്താറില്ല. ഉത്തര കേരളത്തിൽ വേറൊരു തരത്തിലാണ്. പക്ഷേ പരമാവധി എല്ലായിടത്തും കണ്ടുവരുന്നത് കാവടിയിൽ
നിറച്ചു കൊണ്ടിരുന്നതായ ദ്രവ്യം ഭഗവാൻ അഭിഷേകം കഴിക്കുക എന്നുള്ളൊരു മഹത്വമുണ്ട്. അപ്പം നമ്മൾ അത്രത്തോളം ഭഗവാനിൽ സമർപ്പിതമായിട്ട് കാവടി നിറച്ച് ഭഗവാന്റെ ആ രൂപത്തിൽ തന്നെ നമ്മൾ ഇവിടെ വന്ന ദേവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ആ ദ്രവ്യം ഭഗവാൻ അഭിഷേകം കഴിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദർശന സായുജ്യം എല്ലാ ഭക്തരിലും വളരെ സന്തോഷം ഉളവാക്കാം. അല്ല, പ്രത്യേകിച്ച് അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പാൽക്കാവടി, പനിനീർക്കാവടി, അതുപോലെ തന്നെ പീലിക്കാവടി, പുഷ്പക്കാവടി, ഇതൊക്കെ നമ്മൾ പല ദ്രവ്യങ്ങൾ, ഈ പല ദ്രവ്യങ്ങൾക്ക് അനുസൃതമായിട്ട് അതിന് നാമം കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ പശ്വക്കാവടി എന്ന് പറഞ്ഞാൽ പശ്വമായിരിക്കും അതിനകത്ത് നടക്കുക. അതെ അതെ. പനിനീർക്കാവടി എന്ന് പറഞ്ഞാൽ പാലും പനിനീരും ഒക്കെ അത് ഈ മുരുകൻ അഭിഷേകം ചെയ്യുക. മുരുകൻ അഭിഷേകം ചെയ്യും. അതുപോലെ തന്നെ ഈ കാപ്പുകെട്ട് എന്നൊരു ചടങ്ങ് അവിടെയുമുണ്ട്. അതെ, അത് അവിടെ ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ കാപ്പ് കെട്ടുകയാണ്, ചില സ്ഥലങ്ങളിൽ ഈ ശബരിമല പോലെ തന്നെ മുദ്രധാരണമാണ്, മാലയിടുകയാണ്. മാലയിട്ട് പിന്നെ ചില നാട്ടുകളിൽ മധ്യകേരളത്തിൽ കണ്ടുവരുന്ന, ഞാൻ മധ്യ തിരുവിതാംകൂറുകാരനായതുകൊണ്ട് അവിടെ കണ്ടിരുന്ന ഒരു കീഴ്വഴക്കം തൈപ്പൂയത്തിനാണ് പ്രാധാന്യം, അവിടെ ഷഷ്ടിക്കല്ല പ്രാധാന്യം. അങ്ങ് തൈപ്പൂയത്തിനൊക്കെ അവിടേക്ക് എത്രയോ ദിനങ്ങൾക്ക് മുമ്പ് ചിലർ ഒരു മണ്ഡലം തന്നെ ഒരു 41 ദിനങ്ങൾ തന്നെ എടുക്കാറുണ്ട്. അത്രയും വ്രതം എടുക്കുമ്പോൾ അവർ അന്ന് മുതൽ മുദ്ര അണിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞതുപോലെ പാദരക്ഷകളെല്ലാം ഉപയോഗിച്ച് ഭിക്ഷ എടുക്കുക എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പം അവർ ദേവങ്കലേക്ക് സമർപ്പിക്കപ്പെടുവാനായിട്ട് ഓരോ ഹരഹരോ എന്നുള്ള നാമധേയത്തോടു കൂടി ഇത്ര വീടുകളിൽ കയറി ഭിക്ഷയെടുത്ത് ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിക്കുക. ഇങ്ങനെയൊക്കെ അത് ഓരോ ദേശത്തിനനുസൃതമായ ചില വിശ്വാസങ്ങളാണ്. അപ്പോൾ ഈ പല ദേശാചാരമനുസരിച്ചുള്ള വിശ്വാസങ്ങളാണെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും, ഓരോ സംസ്ഥാനങ്ങളിൽ പോയാൽ ഓരോ ദേശങ്ങൾക്കും അനുസൃതമായി ഓരോ ആചാര വ്യത്യാസങ്ങളുണ്ട്. അതുതന്നെയാണ് നമുക്ക് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു സങ്കല്പം. അതുതന്നെയാണ് നമ്മുടെ എല്ലാ വിശ്വാസങ്ങളിലും വന്നിട്ടുള്ളത് എന്നുള്ളതും ഒരു സത്യമാണ്. തീർച്ചയായും പല വിശ്വാസങ്ങളും പല ആചാരങ്ങളെയും കുറിച്ച് ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഭിക്ഷകർക്ക്. തൽക്കാലം സമയം ചുരുക്കം കൊണ്ട് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.